അധ്യക്ഷൻ, വേദിയിലുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തികരായുള്ള എല്ലാ സഖാക്കളും, ഞാൻ പേര് പ്രത്യേകം പറയുന്നില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പൊതുമയല്ല. മിക്കവാറും അവിടെ മിക്ക പ്രകാശനങ്ങൾക്കും ഞാൻ സാക്ഷിയാവും. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രം ലോകത്തെ മാറ്റിമറിക്കാനുള്ള പ്രത്യയശാസ്ത്രം, മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരായുധം. അതാണ് 1848 ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. മാർക്സിൻ്റെ ജീവിതം എന്നത് നമുക്കൊക്കെ ഒരു പകർത്തപ്പെടേണ്ട പാഠമാണ്. ആ പകർത്തപ്പെടേണ്ട പാഠമാണെന്ന് പറയുമ്പം വിശദീകരിച്ച് പറയാൻ ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം എന്നോട് യാദൃച്ഛികമായ ഒരാൾ പറയാണ്, നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ? എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകൻ വന്നു. ആ പൊതുപ്രവർത്തനം വന്ന സംഭാവന പിരിക്കാനാണ്. ആ വന്ന പൊതുപ്രവർത്തകനിട്ട ഷർട്ട് ഞാൻ നോക്കി, ബ്രാൻഡഡ് ഷർട്ടാണ്. ആ ഷർട്ടിന് വില 6000 രൂപയാണ്. ഞാൻ ഞെട്ടിപ്പോയി. 6000 രൂപയിലെ ഷർട്ട് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഷർട്ടിനെ കുറിച്ച് ഓർക്കുന്നേയില്ല. അത്രയും വലിയ ഷർട്ടാണ്. നമ്മുടെ മുമ്പിൽ കള്ളനാണയങ്ങൾ ഒരുപാട് പ്രചരിക്കുന്ന ഒരു കാലത്താണ് മാർക്സിസം എന്ന ഐഡിയോളജിയെക്കുറിച്ചൊരു ചർച്ച വീണ്ടും വരുന്നത്. അതിന് ഞാൻ പറഞ്ഞത്, മാർക്സ് ആരായിരുന്നുവെന്ന് ആദ്യം പഠിക്കണം. ഞാൻ ഓർക്കുകയാണ്, മാർക്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു, പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എഴുതാൻ പേനയിൽ മഷി വേണം, പുക വലിക്കാൻ ചുരുട്ട് വേണം. ഇത് വാങ്ങാൻ കാശില്ല. വലിച്ചെറിഞ്ഞ കുച്ചിയെടുത്ത് വീണ്ടും തീ കൊടുത്ത് വലിക്കുന്നു. അപ്പോഴും അദ്ദേഹം ലോകത്താകെയുള്ള മനുഷ്യൻ്റെ ജീവിതം മനസ്സിൽ കാണുക. ആ മനുഷ്യരെല്ലാം ചൂഷണത്തിൻ്റെ ഏറ്റവും ക്രൂരമായ വേട്ടയാടലിൽ പെട്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ നിൽക്കും? സാധാരണഗതിയിൽ ഒരു മനുഷ്യനുണ്ടാക്കാവുന്ന വികാരമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ചിന്തകൻ, ആ ചിന്തകൻ്റെ സ്വപ്നങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ചു, സ്വാഗതത്തിലും പറഞ്ഞു, ഇപ്പം അവതരിപ്പിച്ച് അദ്ദേഹം സംസാരിച്ചു, ദീർഘമായി സംസാരിച്ചു. നമുക്ക് ഇത് കണ്ടുകൊണ്ട് നമുക്ക് പുതിയ കാലത്തിലെ വെല്ലുവിളികളെ നേരിടാം. അതാ വിഷയം. പുതിയ കാലത്തിലെ വെല്ലുവിളികൾ നേരിടണമെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വയം നമ്മൾ പലതും ത്യജിക്കാൻ തയ്യാറാവണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. പലതും നമ്മൾ ത്യജിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു ഹോട്ടലുണ്ട്. പക്ഷെ അവരവിടെ വട വാങ്ങണമെങ്കിൽ 30 രൂപയാണ്. തൊട്ടപ്പുറത്ത് 15 രൂപക്ക് വട കിട്ടും. പക്ഷെ എന്താ, നമ്മൾ ഇവിടെ പോവും. കാരണം എന്താ, അവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്.
വലിയോ പ്രശ്നമില്ല. നമുക്കെന്താ സ്റ്റാറ്റസാണ് വലുത്. ആ സ്റ്റാറ്റസ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. നമ്മൾ നമ്മളായി ജീവിച്ചു, നമ്മളെക്കുറിച്ച് ആളുകൾ ഉൾക്കൊള്ളണം. മാർക്സിന് സ്വന്തം മകൻ മരണത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന് മരുന്നുമായി കൊടുക്കാൻ കാശില്ലാത്തൊരു കുടുംബം, മാർക്സിൻ്റെ കുടുംബം. മകൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊന്ന് കുതിരപ്പുറത്ത് കയറണം. എൻ്റെ അടുത്ത് എവിടുന്ന പൈസ കുതിരപ്പുറത്ത് കയറ്റാൻ? ഞാൻ 2 കൈയും നിലത്ത് കൂത്തി കുതിരയായി മകനെ പുറത്ത് കയറ്റി. ഒരു സാധാരണ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ക്യൂബൻ വിപ്ലവം. ക്യൂബൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മളെ പടയാളികൾ ഒളിപ്പോര് നടത്തിയതാണ്. 18 പേരുള്ള സംഘം ഒളിപ്പോര് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഒളിപ്പോര് നടക്കുന്ന സംഘത്തിലൊരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് വേറെ ആരുമല്ല, സാക്ഷാൽ ചെ ഗുവേരയ. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്വയം ത്യജിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ജയിക്കും. പക്ഷെ നിങ്ങളെ യജ്ഞം വഴിയിൽ വെച്ച് നിങ്ങളെ ഇല്ലാതാക്കും. എന്തുകൊണ്ട്? നിങ്ങൾ നടത്തുന്ന ഈ സമരം ആ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം. നിങ്ങൾ നടന്ന സമരം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് ബോധ്യമാവണം. ഇന്ന് ബോധ്യമല്ല. എന്തുകൊണ്ട്? ഒളിപ്പോര് നടത്തി വെടിവെച്ച് കൊല്ലുന്ന പട്ടാളക്കാർ ക്യൂബയിൽ ജീവിക്കുന്ന സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരുടെ ജഡം കണ്ടാൽ നാട്ടിലെ ആളുകളെല്ലാം കണ്ണീരൊലിപ്പിച്ച് അവരെ കൂടെ നിൽക്കും. നിങ്ങൾ ചെയ്യുന്ന സേവനം എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ട് കാസ്ട്രോ, നിങ്ങൾ ആദ്യമായി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ അവരെ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. അത് യഥാർത്ഥമായൊരു വസ്തുതയാണ്. നമ്മൾ എത്ര വലിയ തിയറി നമ്മുടെ നാട്ടിൽ നമ്മൾ ഉദ്ദേശിച്ചാലും ജനങ്ങളെ നമ്മുടെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തിയറി നമുക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും? ഭഗത് സിംഗ് നവജവാൻ ഭാരത് സഭ ഉണ്ടാക്കി. ചോരക്ക് ചോര, ജീവന് ജീവൻ. ആ ഭഗത് സിംഗ് എന്ന് പറയുന്ന വിപ്ലവകാരി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ആളാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ ബോംബെറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിടിക്കാൻ ഒരു പോലീസുകാരനോ ഒരു ഭടനവും വരുന്നില്ല. കാരണം വിപ്ലവകാരിയായി ഇവരെന്ത് ചെയ്യും? അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഒരായുധവുമില്ലാതെ കീഴടങ്ങുന്നു. ഭഗത് സിംഗ് പറഞ്ഞു, ഞാൻ കീഴടക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവണം. എന്തിനു വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കുന്നു, എന്തിന് ബ്രിട്ടീഷുകാരനെ കൊല്ലുന്നു ബോധ്യമാവണം. അത് ബോധ്യമാവണമെങ്കിൽ നമ്മളെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ജനങ്ങളിലെത്തണം. നിങ്ങൾ ഏത് തിയറിയും നാട്ടിൽ നടപ്പിലാക്കുമ്പം ജനങ്ങൾ അതിൻ്റെ ഭാഗമാണ് എന്ന ബോധം വേണം. നമ്മളൊക്കെ വലിയ ചിന്തകന്മാരായിരിക്കുന്ന ആളുകൾ, മാർക്സിയൻ ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട ആധികാരികമായി പറയാൻ പറ്റുന്ന ആളുകളാണ്. ഇവിടെയാണ് തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രധാനമാവുന്നത്. ഇപ്പം നിങ്ങൾ നോക്കണം, 1960 81 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മോസ്കോ സമ്മേളനം, 81 പാർട്ടികളുടെ ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാധവൻകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് വിപ്ലവം എങ്ങനെ നടത്തണമെന്ന് ആ രാജ്യത്തിലെ വിപ്ലവകാരികൾ തീരുമാനിക്കണം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ തീരുമാനിക്കുന്നു ചൈനയിൽ വിപ്ലവം നടത്താൻ ആളുകൾ തീരുമാനിക്കണം. നോ, ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ
പ്രശ്നങ്ങൾ ശരിക്കും പഠിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച ആ രാജ്യത്ത് വിപ്ലവം നടത്താൻ ഉത്തരവാദിത്വം ആ രാജ്യത്തിലെ പാർട്ടിക്കാണ്. തിയറി നമ്മുടെ മുമ്പിലുണ്ട്, ആശയം സമ്പുഷ്ടമാണ്. നമുക്ക് സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മാർക്സിസത്തിലുള്ള വിശ്വാസം തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ആ ശക്തി പ്രതിഫലിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് നമ്മൾ ആലോചിക്കണം. അതിൽ നമ്മൾ ഒറ്റയാൻ പ്രസ്ഥാനം കൊണ്ട് മാത്രം എല്ലാം തീരില്ല, നമുക്ക് അതിന് കഴിയണം. അത് കഴിയാത്തതിൻ്റെ ദോഷം, നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംഭവം ഉണ്ടായാലോ. ഞാൻ പറയണോ, ഈ ഇരിക്കുന്ന സഖാക്കൾക്കെല്ലാം അറിയാലോ പല സംഭവങ്ങളുണ്ടായാലും ഇന്ത്യയിൽ. എന്താണ് കാരണം? നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം. നിങ്ങളെക്കുറിച്ച് എന്തും പ്രചരിപ്പിക്കാൻ മിടുക്കുള്ളവരാണ് ബൂർഷാസി എതിരാളികൾ. ആ എതിരാളികളുടെ മിടുക്കിന് മുമ്പിൽ നിങ്ങൾ പോയി നിസ്സഹായരായി നിൽക്കും. അത് പാടില്ലെന്നാണ് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. കേരളത്തിൽ ഗവൺമെൻറ് ഇല്ല, ബംഗാളിൽ ഗവൺമെൻറ് ഇല്ല, ത്രിപുരയിൽ ഗവൺമെൻറ് ഇല്ല. എവിടെയോടോ നിൻ്റെ കമ്മ്യൂണിസം? ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ലവലേശ ജ്ഞാനമില്ലാത്ത ആളുകളാണ് പറയുന്നതെന്ന വേറെ കാര്യം. ലവലേശ ജ്ഞാനമില്ലാത്ത ആളുകളാണ്. കാരണം എന്താ? നമ്മൾ ഇന്ത്യ മഹാരാജ്യമാണ്, 140 കോടി ജനങ്ങളാണ്. ആ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ 1957 കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. ഏതാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്? ഇന്ത്യൻ ഭരണാധികാരി വർഗം ബൂർഷാ ഭരണാധികാരി വർഗമാണ്. ആ ഭരണാധികാരി വർഗത്തിന് കീഴിലുള്ള പരിമിതമായ ജനാധിപത്യ അവകാശങ്ങൾ കൈവശം വെച്ചുകൊണ്ട് നമ്മൾ നേടിയ നേട്ടമാണത്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണോ? അല്ല. ബംഗാൾ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണോ? അല്ല. ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണോ? അല്ല. എന്താന്നാൽ ജനങ്ങളുടെ ധാരണ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. നോ. ബൂർഷാ ഭരണകൂടം നമ്മുടെ രാജ്യത്തിലെ ഭരണം നിയന്ത്രിക്കുമ്പം ആ ഭരണകൂടത്തിൽ നമ്മൾ നേരത്തെ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളടങ്ങിയ നമ്മുടെ ഭരണഘടനയുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇവിടെ നടത്തിയ നേട്ടങ്ങൾ. അതിന് വിശദമായ കാര്യം ഞാൻ പറയണല്ലോ. ഇപ്പം നമ്മൾ ജന്മിത്ത് അവസാനിപ്പിച്ചു. എങ്ങനെയാണ് ജന്മിത്ത് അവസാനിപ്പിച്ചത്? ഇന്ത്യയിൽ എവിടെയുള്ളല്ലോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഭരണകൂടം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഭരണകൂടം ആദ്യമായി തീരുമാനിച്ച് ഇന്ത്യക്കൊരു ഭരണഘടന വേണം. ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാണ സഭ, ആ സഭയിൽ ദീർഘമായ 357 ദിവസത്തെ ദീർഘമായ പോരാട്ടത്തിലാണ് ഭരണഘടന പ്രിയാമ്പിൾ അംഗീകരിച്ചു വരുന്നത്. അത്ര വലിയ പോരാട്ടം നടത്തിയ നമ്മളെ ഭരണഘടന. ആ ഭരണഘടന ഞാൻ ആലോചിക്കുകയാണ്, സാന്ദർഭികമായി പറയാം. ഇവിടെ പറഞ്ഞല്ലോ ഞാനൊരു പാർലമെൻറ്റ് മെമ്പറായിരുന്നു. ആ പാർലമെൻറ്റിൽ പോകുമ്പോൾ വലിയ ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് അറിയാം. കാരണം വലിയ ബഹുമാനത്തിന് നമ്മൾ പോകുന്നത്. കാരണം 543 ആളുകളാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ. ആ 543 പ്രതിനിധികളെന്ന് പറഞ്ഞാൽ, പാർലമെൻറ്റിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായയാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ ആ പാർലമെൻറ്റിൽ കൂടെ കാണിക്കേണ്ട മര്യാദ എന്താ? ആ മര്യാദ ആദ്യം കാണിച്ച ഒരാളുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പാർലമെൻറ്റിൽ, ആദ്യത്തെ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷി എന്ന അടിസ്ഥാനപരമായ പാർട്ടിയായിരിക്കാനുള്ള അധികാരമില്ല, എണ്ണത്തിലില്ല. പക്ഷെ നെഹ്റു പറഞ്ഞു, ഓപ്പോസിഷൻ ലീഡറില്ലാതെ, ഓപ്പോസിഷൻ പാർട്ടി ഇല്ലാതെ എനിക്ക് ഭരിക്കാൻ കഴിയില്ല. അതാണ് ജനാധിപത്യം. AK ഗോപാലൻ ഈ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പോഴെങ്ങനെയാ പാർലമെൻറ്റിലെ സകല മെമ്പർമാരും പറഞ്ഞു അദ്ദേഹം വരണം, നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരിയായ മനുഷ്യൻ വരണം. വന്നോ? വന്ന്. എപ്പോൾ വന്ന്? പാർലമെൻറ്റ് പിരിയാൻ നേരത്ത്. എന്തിനാ? മുഖം കാണിക്കാൻ. ജനങ്ങളോട് അശേഷം ഉത്തരവാദിത്വമില്ലാത്ത ഭരണാധികാരികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നു.
അപ്പോൾ നാട്ടിൽ ചില ആളുകൾ പറയുന്നുണ്ട്, ബുദ്ധിജീവികളുടെ പേരുള്ള ആളുകൾ, ഇപ്പം പഴയതുപോലെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ. മനുഷ്യനിർമ്മിതമായ ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങൾ വരുമ്പം അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മാർക്സ് പറഞ്ഞത് അവസാന വാക്കല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വരും. ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെങ്ങനെ നേരിടാമെന്ന് ശരിക്കും പഠിച്ച് പകരം സംവിധാനം ഉണ്ടാക്കണം. അതാ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് കുറ്റക്കാരനാണോ? അല്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയെ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിൽ IT മേഖലയിൽ നമ്മുടെ നാട് ഒരുപാട് മാറിയില്ലേ? ഒരുപാട് ചെറുപ്പക്കാർ IT മേഖലയിൽ ജോലി ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോൾ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 2,15,000 ചെറുപ്പക്കാരികളും ജോലി ചെയ്യാം. നല്ല ശമ്പളത്തിന് ജോലി ചെയ്തതാ. ഒരു ദിവസം മാനേജ്മെൻറ്റ് പറയുന്നു, നമുക്കിപ്പം പഴയതുപോലെ കാശ് തരാൻ പറ്റുള്ള നമ്മൾ സംഗതി മോശമാണ്, അതുകൊണ്ട് ഓരോരുത്തർക്കും 15,000 കുറച്ചിരിക്കുന്നു. എന്തു ചെയ്യും? തൊഴിലാളി സംഘടനയില്ലേ? ഉണ്ട്. അത് ഇവർക്ക് ബാധകമാണോ? അല്ല. മാനേജ്മെൻറ്റ് എന്താ പറയുന്നത്? ഇവരെ കൊള്ളൂല്ല. അതോ ലോകം മുഴുവൻ അറിയിക്കാനല്ലോ ടെക്നോളജി ഉണ്ട്. ഓനോ ഇനി ജോലി കിട്ടൂല, ഇവിടെ സംഘടന ഉണ്ടാക്കാൻ ഓന് പറ്റൂല. നമ്മൾ പുതിയ വൈതരണികൾ വരുമ്പം, പുതിയ വെല്ലുവിളികൾ വരുമ്പം അതിനെ നേരിടാനുള്ള പരിചയം ഉണ്ടാക്കണം. പഴയ കാലത്ത് നമ്മൾ കളരിപ്പയറ്റിന് വാളും പരിചയമില്ലേ? പരിചയം നിർമ്മിക്കണം. ആ പരിചയം നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണെന്ന് മാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ചൂഷകവർഗം മനുഷ്യൻ്റെ അവകാശങ്ങൾ ഓരോ സമയത്തും ചോർത്തി എടുക്കുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ആവശ്യമായ പരിചയ തീർക്കുക എന്നുള്ള ജോലി നമ്മുടെ ജോലിയാണ് സഖാക്കളെ. ആ ജോലിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ആ ജോലി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് പറ്റിയ ഒരായുധമാണ് മാർക്സ് എന്ന ആ മഹാൻ ലോകത്തിലെ മനുഷ്യൻ്റെ ഭാവി നിർണയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എഴുതിയ ഈ തിയറി. ആ തിയറിയാണ് മാർക്സം എന്ന് നമ്മൾ വിളിക്കുന്നത്. ചെയ്ത് കൂടുതൽ കരുത്താർജിക്കാം. എങ്കിലും പ്രായോഗിക ബന്ധവും പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല, തർക്കത്തിന് ഞാനില്ല, നമുക്ക് ഒരു ചർച്ചയാവാം. ആ ചർച്ചയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട കാര്യം പ്രായോഗിക പ്രവർത്തനവും സമകാലീന സംഭവങ്ങളുമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കാം. ഒരു കാര്യം കൂടി പറയാം. നിങ്ങളിൽ കൂടുതൽ ആളുകൾ വായിച്ചു കാണും, നമ്മുടെ കാസ്ട്രോ നിക്കരാഗ്യൻ പത്രപ്രവർത്തകരുമായി 10 മണിക്കൂർ നേരത്തെ ദീർഘമായ ചർച്ചയുണ്ടായിരുന്നു. നിങ്ങൾ ആ പുസ്തകം വായിച്ചു കാണും. ആ പുസ്തകത്തിൽ നിക്കരാഗ്യൻ പത്രപ്രവർത്തകൻ, അവരാണെങ്കിൽ കാസ്ട്രോനെ വിശദമായി വിമർശിക്കുന്ന ആളാണ്. അതിൽ കാസ്ട്രോ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതറിയോ? ലോകത്തുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഈ മാറ്റത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാറ്റം ഏതാ? അതാണ് മഹാനായ ലെനിൻ സ്വീകരിച്ച പാത. അവിടെ നിന്ന് തുടക്കമാവാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കാവാം. തുടക്കം അവിടെയാവാം. ഇപ്പം അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യൂബയിലാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി പോയാൽ അവൻ ഇൻ്റർവ്യൂവിൽ അവനോട് 2 ചോദ്യമാണ്. ഒന്ന്, നിങ്ങൾ എന്തിനാണ് ഡോക്ടറാവുന്നത്? ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ, നിങ്ങൾക്ക് പണമുണ്ടാക്കാനാണോ? പണമുണ്ടാക്കാനാണെങ്കിൽ കനത്ത ഫീസ് കൊടുത്ത് പഠിക്കണം. ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ ഫ്രീ ആണ് പഠനം. അത് ക്യൂബൻ യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ വസ്തുതകളെ ശരിക്കും പഠിച്ച് ലോകത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പഠിച്ച് നമ്മുടെ കൺമുമ്പിലുള്ള ലോകത്തെ നമ്മൾ നേരിട്ട് കണ്ട് ലോകത്തെ വെല്ലുവിളിക്കാൻ മുന്നോട്ട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നാക്കിൻ്റെ നീളവും നമ്മൾ കണ്ട് ലോകത്തിൽ
ഏത് വിഷയത്തിലും ക്യൂബക്കെതിരായി മിസൈൽ താവളം നിർമ്മിച്ചപ്പം അന്ന് അവിടെ നിർത്തൂ എന്ന് പറയാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും പ്രയോജനപ്രദമായി നടപ്പിൽ വരുത്താൻ ഐക്യരാഷ്ട്രസഭ ഉണ്ടായിരുന്നു. ഇപ്പം ഐക്യരാഷ്ട്രസഭയുണ്ടോ? ഇല്ല. നോക്ക് കുത്തി എന്ന വാക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഉള്ളടക്കത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നിങ്ങളെല്ലാം പഠിച്ചു വന്ന ആളുകളാണ്. നിങ്ങളുടെ വാക്കുകൾ നമ്മുടെ നാട്ടിൽ നാളേക്കുള്ളൊരു വലിയ സമ്പാദ്യമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.